Hi, I am Thesnim Azeez. In the Chayam ഒരു caramel pudding ആണ് caramel bread pudding. Caramel pudding ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ട്ടോ. ഏകദേശം അതേപോലെ തന്നെ വരുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നതാണ്. പെട്ടെന്ന് ഒരു ഡെസേർട്ട് നമുക്ക് ആവശ്യമുണ്ട്. പെട്ടെന്ന് ഗസ്റ്റ് വരാണ് എന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ട് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 പീസ് ബ്രെഡ് ആണ്. അതിന്റെ സൈഡ് ഒന്ന് ട്രിം ചെയ്യാം. എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരു ബൗളിലേക്ക് മാറ്റും. 2 കപ്പ് പാല്. 2 കപ്പ് പാലുണ്ട്. ഇത് കുറുകി വരണം. അത് 1 കപ്പായിട്ടുണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ട് നല്ല തിക്കായിട്ട് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കട്ടെ. ഒരു കപ്പായിട്ട് 1/4 കപ്പ് പഞ്ചസാരയോടെ ചേർക്കാം. കുറുകി വരട്ടെ, 1 കപ്പാവട്ടെ. പാലിപ്പോൾ കുറുകി 1 കപ്പായി വന്നിട്ടുണ്ട്. അതായത് പകുതി. 2 കപ്പ് വെച്ചത് 1 കപ്പായി. നമ്മൾ നേരത്തെ 2 സ്ലൈസ് ബ്രെഡ് ചെറുതാക്കി മുറിച്ചതായിരുന്നു. അതിലേക്ക് ഈ പാല് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം. അപ്പോഴേക്കും നമുക്ക് കാരമൽ ഉണ്ടാക്കാം. 1/4 കപ്പ് പഞ്ചസാര. ഷുഗർ കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1/4 കപ്പ് പഞ്ചസാര. 2 ടേബിൾ സ്പൂൺ വെള്ളം. ഇത് ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണെന്ന് നോക്കിക്കണം, അല്ലെങ്കിൽ വല്ലാതെ കരിഞ്ഞു പോകും. 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇത് ഏറ്റവും ഹൈ ഫ്ലെയിമിലും ലോയിലും ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതൊരു നല്ല ഗോൾഡൻ കളർ ആയി കിട്ടണം. അതുവരെ നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇവിടെ സ്റ്റീലിൻ്റെ ബൗൾ പ്രിപ്പയർ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒഴിക്കുക. ഇതൊന്ന് എല്ലാ ഭാഗത്തും വന്ന രീതിയിൽ ഒന്നിങ്ങനെ ഒന്ന് ചുറ്റിക്കുക. കാരണം ഇത് പെട്ടെന്ന് സെറ്റാവും. ഇതിൽ നല്ല ചൂടിലല്ലേ, അപ്പോൾ ഇത് തണുക്കുമ്പോഴേക്കും ഇതങ്ങ് സെറ്റാവും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. 2 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 പിഞ്ച് സോൾട്ട്. ഇത് എഗ് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. ബ്രെഡ് പാലൊഴിച്ച് വെച്ചത് നല്ല ചൂടാറിയിരുന്നു. ശരിക്കും നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനി മുട്ടയിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിരിക്കണം. അരച്ചെടുത്തിട്ടുണ്ട്. മുട്ടയുടെ മിക്സിയിലേക്ക് കുറേശ്ശായിട്ട് ഇങ്ങനെ ചേർത്തിട്ട് മിക്സിയിലേക്ക് ഇതിനി ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ നേരത്തെ കാരമൽ ചെയ്തതാണ്. ഇതിപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ, നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് ഒഴിക്കാം.
ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് എണ്ണ ഒട്ടും ഇതിലേക്ക് ആവി കയറില്ല. ഒരു കിച്ചൺ ടിഷ്യൂ വയ്ക്കുക. ടിഷ്യൂ വയ്ക്കുന്നത് ഡയറക്റ്റായിട്ട് അതിൽ തട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കും. ഇനി ഇതൊരു 30-35 മിനിറ്റ്സ് ആകുമ്പോഴേക്ക് വേണം ആവാൻ. സൈഡൊന്ന് നമുക്കൊരു കത്തി വെച്ചിട്ടൊന്നിങ്ങനെ ഇവിടെയൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ല ഫോമായിട്ടുണ്ടാവും. പ്ലേറ്റ് വെച്ച് നമുക്ക് കമഴ്ത്തിയെടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആ ക്യാരമൽ സോസ് കൂടുതൽ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. ഈ ക്യാരമൽ നിങ്ങൾക്ക് ഇത്രയും ബ്രൗൺ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും എടുക്കാതെ കുറയ്ക്കാം കേട്ടോ. ഇനി എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്തതാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.